ഐ+ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 19-ാം തീയതി രാത്രി വൈകി വന്ന ഒരു പബ്ലിക് നോട്ടീസാണിത്. 3-ാം തീയതി മുതൽ 16-ാം തീയതി വരെയാണ് പരീക്ഷ നടക്കുന്നതെന്നും അതിൽ ഓരോ ദിവസവും ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്നും ഈ പബ്ലിക് നോട്ടീസിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ 8 ദിവസം മുൻപായിട്ട് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് ഹോൾ ടിക്കറ്റ് അല്ല, പക്ഷേ ഹോൾ ടിക്കറ്റ് വരുന്നതിന് മുന്നോടിയായിട്ട് ഏത് സിറ്റിയിലാണ് പരീക്ഷ നടക്കുന്നതെന്ന് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹോൾ ടിക്കറ്റ് പരീക്ഷയ്ക്ക് സാധാരണ ഒരു 3 to 4 ഡേയ്സ് മുൻപാണ് NTA ഇപ്പോൾ പബ്ലിഷ് ചെയ്യാറുള്ളത് എന്ന കാര്യം ഓർക്കുക. ഫൈനൽ റൗണ്ട് റിവിഷൻ ഉതകുന്ന ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്, മറക്കാതെ കണ്ടു നോക്കുക. പോപ്പുലർ സബ്ജക്റ്റുകളായിട്ടുള്ള എഡ്യൂക്കേഷൻ വരുന്നത് 3 ജാനുവരിയിൽ, അതായത് ആദ്യ ദിവസം തന്നെയാണ്. ഒരുപാട് പേര് കേരളത്തിൽ നിന്നൊക്കെ എഴുതുന്ന സബ്ജക്റ്റാണ്. കമ്പ്യൂട്ടർ സയൻസ് ജാനുവരി 6-ാം തീയതിയാണ്. 7-ാം തീയതി വരുന്നത് കൊമേഴ്സ് സബ്ജക്റ്റാണ്. ഇംഗ്ലീഷ്, യോഗ എന്നിങ്ങനെയുള്ള സബ്ജക്റ്റുകളും സെറ്റ് ഷിഫ്റ്റ് 2-ലായിട്ട് നടക്കുന്നുണ്ട്. എക്കണോമിക്സും ജനുവരി 3-ാം തീയതി തന്നെയാണ്. പൊളിറ്റിക്കൽ സയൻസ് ജാനുവരി 6-ാം തീയതിയാണ് എന്നുള്ള കാര്യവും ഓർക്കുക. ജാനുവരി 8-ന് ഹിന്ദി, മണിപ്പൂരി, കന്നഡ പോലെയുള്ള സബ്ജക്റ്റുകൾ. സോഷ്യൽ വർക്ക് 2-ാമത്തെ ഷിഫ്റ്റിലായിട്ട് നടക്കുന്നുണ്ട്. 9-ാം തീയതി പഞ്ചാബി, തമിഴ്, ജിയോഗ്രഫി, മറാത്തി, ഒഡിയ പോലെയുള്ള ഭാഷകളാണ് പ്രധാനമായിട്ടും. ഉച്ച കഴിഞ്ഞിട്ടുള്ള ഷിഫ്റ്റിലാണ് മാനേജ്മെൻറ്റ് എന്നുള്ളത് ഓർക്കുക. ഫിസിക്കൽ എഡ്യൂക്കേഷനും 9-ാം തീയതി തന്നെയാണ്. അടുത്ത ദിവസമാണ് 10-ാം തീയതി ഹിസ്റ്ററി, പാലി, പ്രാകൃത്, ബോഡോ പോലെയുള്ള ഭാഷകൾ. പോപ്പുലേഷൻ സ്റ്റഡീസ്, വിഷ്വൽ ആർട്സ്, ഫോറൻസിക് സയൻസ് ഒക്കെ വരുന്നത്. ടൂറിസം അഡ്മിനിസ്ട്രേഷനൊക്കെ 10-ാം തീയതി ഉച്ച കഴിഞ്ഞിട്ടുള്ള ഷിഫ്റ്റിലാണ്. 15-ാം തീയതിയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, പെർഫോമിംഗ് ആർട്സ് സബ്ജക്റ്റുകൾ, ലോ ഒക്കെ വരുന്നത്. വിമൻ സ്റ്റഡീസും അന്ന് തന്നെയാണ്. 2-ാമത്തെ ഷിഫ്റ്റിലാണ് മലയാളം, അതുപോലെ ലേബർ വെൽഫെയർ, പേഴ്സണൽ മാനേജ്മെൻറ്റ് പോലെയുള്ള സബ്ജക്റ്റുകൾ. എൻവയോൺമെൻറ്റൽ സയൻസും 15-ാം തീയതിയാണ്. ഏറ്റവും ഒടുവിലത്തെ ദിവസമാണ് സോഷ്യോളജി പോലെയുള്ള സബ്ജക്റ്റുകൾ, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളും ഓർക്കുക. ഫിലോസഫിയും ലാസ്റ്റ് ഡേ തന്നെയാണ്. ഈ പരീക്ഷയെ സംബന്ധിച്ചുള്ള മറ്റ് അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.